നോക്കി, ഒരു കാട്ടിൽ ഭക്ഷണങ്ങളൊന്നും കിട്ടാതെയായി മൃഗങ്ങളൊക്കെ ആകെ ക്ഷീണിച്ചു വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞനാനയും മിന്നുമുയലും എന്ത് തീരുമാനിച്ചു എന്നറിയോ? കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കൃഷി ചെയ്താലേ നമുക്ക് അതിൽ നിന്ന് തന്നെ ഭക്ഷണം കിട്ടുമല്ലോ, അല്ലേ? അപ്പൊ നമ്മുടെ കുഞ്ഞനാനയും മിന്നുമുയലും വാഴ കൃഷി നടത്തി. അതിനുവേണ്ടി അവർ കുറേ വാഴകൾ നട്ടു. ആദ്യത്തെ 10 ഒരു വരി വാഴകൾ നട്ടു. വീണ്ടും 10 ഒരു വരി വാഴകൾ കൂടെ നട്ടു. ആകെ എത്ര വരികളായി? 2 വരികളില്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര വാഴകളുണ്ട്? 2 വത്തുകൾ ചേർന്നാൽ 20, അല്ലെ? വീണ്ടും 10 ഒരു വരി വാഴ കൂടെ നട്ടു. എത്ര വാഴകളായി? 3 വത്തുകൾ 30, അല്ലെ? 3 10 30. വീണ്ടും 10 ഒരു വരി കൂടെ നട്ടു. അപ്പോ 4 വത്തുകൾ 4 10. എത്ര വാഴകളായി? 40, അല്ലെ? അപ്പോ 4 വത്തുകൾ ചേർന്നാല് 40, 40 ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലേ. അങ്ങനെ ഒരു ദിവസം നോക്കിക്കേ, വാഴകളൊക്കെ കുലച്ചു. കുറേ വാഴപ്പഴങ്ങൾ ഉണ്ടായി. അപ്പൊ നമ്മുടെ മിന്നുമുയല് കുഞ്ഞനാനയെ തിരഞ്ഞിറങ്ങി. കുഞ്ഞനാനയെ അവിടെ എവിടെയും കാണാനില്ല. അങ്ങനെ മിന്നുമുയല് അന്വേഷിച്ച് പോയപ്പോഴാണ് ഒരു മരച്ചുവട്ടില് ആകെ ക്ഷീണിച്ച് നമ്മുടെ കുഞ്ഞനാന ഇരിക്കുന്നു. മിന്നുമുയല് കാര്യം തിരക്കി. അപ്പൊ നമ്മുടെ കുഞ്ഞനാന എന്താ പറഞ്ഞതെന്ന് അറിയോ? കുഞ്ഞനാന ആകെ വിശന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞനാനക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണ്ടേ? അതിന് മിന്നുമുയല് വേഗം വാഴത്തോട്ടത്തിലോട്ട് ഓടി. അവിടെ ധാരാളം പഴങ്ങളില്ലേ, അതൊക്കെ ശേഖരിച്ച് കുഞ്ഞനാനക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ മിന്നുമുയലിന് മാത്രം അത്രയും പഴങ്ങൾ ശേഖരിക്കാൻ കഴിയൂല. അതുകൊണ്ട് മിന്നുമുയല് കൂട്ടുകാരെയും വിളിച്ചു. മിന്നുമുയലും കുരങ്ങച്ചനും കൂടെ ഒരു കുട്ടയില് എത്ര വാഴപ്പഴങ്ങൾ എടുത്തത് നോക്കിക്കേ. 5 കൂട്ടം വാഴപ്പഴങ്ങൾ. ഒരു കൂട്ടത്തില് 10 വീതാണ്. അപ്പൊ 5 വത്തുകൾ ചേർന്നാൽ എന്താണ്? 50, അല്ലെ? 5 10 50. അപ്പൊ 50 വാഴപ്പഴങ്ങള് അവർ ആ കുട്ടയിൽ ശേഖരിച്ചു. എന്നിട്ട് നേരെ നമ്മുടെ കുഞ്ഞനാനയുടെ അടുത്തോട്ട് ഓടി. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ധാരാളം കൂട്ടുകാരെത്തി. 10 വാഴപ്പഴങ്ങൾ കൂടെയായി നമ്മുടെ അണ്ണാറക്കണ്ണനെത്തി. അണ്ണാറക്കണ്ണന് അവരെ കൂട്ടുകാരനാട്ടോ. അവന് നമ്മുടെ കുഞ്ഞനാനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി എത്തിയതാണ്. എത്ര വാഴപ്പഴങ്ങളും കൊണ്ടാണ്? 10 വാഴപ്പഴങ്ങളും കൊണ്ട്. അപ്പൊ നമ്മുടെ മിന്നുമുയലും കുരങ്ങച്ചനും കൂടെ ആദ്യം 50 വാഴപ്പഴങ്ങൾ ശേഖരിച്ചിരുന്നു, അല്ലെ? 5 വത്തുകൾ 5 10. അതിന്റെ കൂടെ ഒരു 10 കൂടെ വന്നു. അപ്പൊ എത്രണ്ണായി? 6 10. 6 വത്തുകളായി. 6 വത്തുകൾ ചേർന്നാൽ എത്രയാണ്? 60. 6 വത്തുകൾ 60. 6 10 60. വീണ്ടും നോക്കിക്കേ, മറ്റൊരു കൂട്ടുകാരനും കൂടെ എത്തി. ആരാണ് എത്തിയത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആരാ? നമ്മുടെ മാൻ ഒരു 10 വാഴപ്പഴങ്ങൾ കൂടെയായി വന്നു. അപ്പൊ വീണ്ടും 10 കൂടെ ചേർന്നു. അപ്പൊ ആകെ എത്ര 10 7 വത്തുകൾ. 7 വത്തുകൾ എത്രേ? 70. 7 10 70. വീണ്ടും 10 വാഴപ്പഴങ്ങൾ കൂടെ ആയിട്ട് മറ്റൊരു കൂട്ടുകാരനും കൂടെ എത്തി. ആരാണ്? ആട്, അല്ലേ? ആടും അവരുടെ കൂട്ടുകാരനാണ്. അപ്പൊ ആകെ എത്ര വത്തുകളായിപ്പോ? 8 വത്തുകൾ, അല്ലെ? 10 വീതമുള്ള 8 കൂട്ടങ്ങളുണ്ട് ഇവിടെ. അപ്പൊ 8 വത്തുകൾ എത്രയാണ്? 80. 8 10 80. ഇത്രയും കൂട്ടുകാർ മാത്രമേ ഉള്ളൂ? അല്ല, ഒരാളും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കാണണോ അതാരാന്ന്? ആരാണ്? ആമയും 10 വാഴപ്പഴങ്ങൾ കൂടെ കൊണ്ടുവന്നു. അപ്പൊ എത്ര വാഴപ്പഴങ്ങളായി? 9 കൂട്ടങ്ങളായി. 10 വീതമുള്ള 9 കൂട്ടങ്ങൾ, അല്ലെ? 9 പത്തുകൾ. 9 10. 9 10 എത്രേ? 90.
അല്ലെ? 8 10s എത്രയായിരുന്നു? 80. 9 10s 90. 9 പത്തുകൾ 90 എന്ന് വേണം നമ്മൾ വിളിക്കാൻ. 8 പത്തുകൾ എത്രയായിരുന്നു? 80. 9 പത്തുകളായാൽ 90. അപ്പൊ നമ്മളെല്ലാരും എണ്ണാൻ വേണ്ടി പഠിച്ചു അല്ലേ? 90 വാഴപ്പഴങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞനാനക്ക് കൊടുത്തു. കുഞ്ഞനാന വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. കുഞ്ഞനാന എന്നിട്ട് ആരോഗ്യവാനായിട്ടോ. കുഞ്ഞനാനയുടെ ക്ഷീണമൊക്കെ മാറി. കുഞ്ഞനാന വയറ് നിറച്ച് കഴിച്ചിട്ട് നല്ല ആരോഗ്യവാനായി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് കൂട്ടുകാരെയും കൂട്ടിയിട്ട് വാഴത്തോട്ടത്തിലോട്ട് പോയി. അവിടെ നിന്ന് കൂട്ടുകാർക്കൊക്കെ വയറ് നിറച്ച് പഴങ്ങൾ കൊടുത്തു. അപ്പൊ എല്ലാവർക്കും സന്തോഷായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുള്ള കഥയാണല്ലേ. ഇത് നമ്മളെ പാഠപുസ്തകത്തിലുള്ള കഥയാണ് കേട്ടോ. മാഷി ഇനിയും ഇതുപോലെ നല്ല രസമുള്ള കഥകളായിട്ട് വരും. നിങ്ങളെല്ലാരും നിങ്ങളെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് മാഷെ കാണാൻ വീണ്ടും വരണേ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.